ഹലോ, എല്ലാവർക്കും പിക്ക് ആൻഡ് മിക്സിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ചിക്കൻ മന്തി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ 6 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിനേക്കുള്ള ഇൻഗ്രീഡിയൻസാണ് കാണിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ചിക്കനിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ട് മെഷർമെൻറ്റ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം കുരുമുളക് പൊടിയും അതുപോലെ അതിലേക്ക് ഒരൽപ്പം കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, ഗരം മസാല, അതുപോലെ മാഗി ക്യൂബ്, 5-6 മാഗി ക്യൂബ്, പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന മന്തി മസാല അതും ചേർത്ത് കൊടുത്തു. അതിലേക്ക് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ, അതായത് ഒരൽപ്പം മാത്രമേ ഉള്ളൂ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആവശ്യം, ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 6 കിലോ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിച്ചപ്പ്, അതുപോലെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് കൈവച്ച് നല്ലതായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് റെഡ് ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതിന് പകരം ചെറിയൊരു റെഡ് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ മസാലയെല്ലാം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കന് നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു നാരങ്ങയുടെ നീര് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും ബെസ്റ്റ് നമ്മൾ തലേ ദിവസമൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും. നമ്മൾ എത്ര കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രയും നമ്മുടെ ചിക്കന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ അതിലേക്ക് അരി എടുത്തിട്ടുണ്ട്. മന്തി റൈസ്, വൈറ്റ് മന്തി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. 3 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി കൊടുക്കുക. അതിനുശേഷം നമുക്കത് സോക്ക് ചെയ്ത് വെക്കണം. അരമണിക്കൂറാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരുപാട് സമയമൊന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അരി ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് ചൂടായിരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ബിരിയാണി മസാല, അതായത് പട്ട, ഗ്രാമ്പു, ഏലക്കായ, വലിയ ജീരകം, അതുപോലെ ഒരു ഉണക്ക നാരങ്ങ, പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം ആണ്. പിന്നെ മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ സമയത്ത് നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ 1/2 ഉള്ളൂ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര കൂടുതൽ സമയം വെക്കാൻ പറ്റുമോ വെച്ചാൽ അത്രയും കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അത്രത്തോളം നമ്മുടെ ചിക്കനും സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. റൈസ് ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടൊന്നുമില്ല, പകുതി മുക്കാൽ ഭാഗം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കുക്കായിട്ട് വന്നിട്ടുള്ള റൈസ് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്.
റൈസ് ഫുള്ളായിട്ട് കുക്ക് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഇത് ദം ചെയ്യുന്ന സമയത്ത് അതിൽ കിടന്നിട്ട് നല്ലപോലെ കുക്കായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റുന്ന സമയത്ത് ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കണ്ട. അപ്പോൾ നമ്മുടെ റൈസ് ദമ്മിലും കൂടെ കിടന്നിട്ട് നല്ലപോലെ കുക്കായിട്ട് വരും. ഇനി നമ്മൾ ദം ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്ത പാത്രത്തിൻ്റെ ആദ്യത്തിൽ കുറച്ച് നമ്മൾ ചിക്കൻ പൊരിച്ച ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിൽ അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു മാഗി ക്യൂബും കൂടെ വെള്ളം മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതും ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മുകളിലേക്കായിട്ട് മല്ലിച്ചപ്പ് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനിടയ്ക്ക് നമ്മൾ ചിക്കന് പൊരിച്ച ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള റൈസും കൂടെ തട്ടി കൊടുക്കുക. അതിനിടയ്ക്കായിട്ട് നമ്മൾ ഗ്ലാസ്സിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന മാഗി ക്യൂബിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും മിക്സും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ബാക്കി വന്നിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്ത സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്ക് അതിന് മുകളിലേക്കായിട്ട് റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാക്കി വന്നിട്ടുള്ള മല്ലിച്ചപ്പും അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നടുവിലായിട്ട് ഒരു കുഴി ഉണ്ടാക്കി കൊടുത്ത് അതിലൊരു പാത്രം വെച്ച് കൊടുത്തു. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചാർക്കോൾ ഇട്ട് കൊടുക്കാം, സ്മോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലാക്കിയിട്ട് പച്ചമുളകും കൂടെ കുത്തി കൊടുക്കുന്നുണ്ട്. ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവർ ആ ഒരു റൈസിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ പച്ചമുളക് വെച്ച് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ചാർക്കോളിലേക്ക് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ അടച്ചു വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ഉള്ള ഒരു പാത്രം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ദമ്മിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള കോമ്പിനേഷനായ ടൊമാറ്റോ ചട്നി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തക്കാളി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വലിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിച്ചപ്പാണ്. പുതിന ഉണ്ടെങ്കിൽ പുതിനയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ടൊമാറ്റോ ചട്നി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലേക്കായിട്ട് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മയണൈസാണ്. മയണൈസ് ഇപ്പോൾ നമ്മൾ എഗ്ഗ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2-3 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിന് ശേഷം നമുക്കതിലേക്ക് ഒരല്പം സുർക്ക, പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്, അതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ നമ്മുടെ തിക്നെസ്സിന് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മയണൈസ് തയ്യാറായിട്ടുണ്ട്. ഈ ചിക്കൻ മന്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ് ടൊമാറ്റോ ചട്നിയും അതുപോലെ മയണൈസും. അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് അടിക്കുകയും കൂടെ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.